ഇത്രയും ഗുരുതരമായൊരു സ്തംഭനാവസ്ഥ ഉണ്ടായിട്ട് എന്തുകൊണ്ടാണത് മാധ്യമങ്ങൾക്ക് വാർത്തയാവാത്തതെന്ന് ഞാൻ അത്ഭുതപ്പെടുകയാണ്. നിങ്ങളൊന്ന് അന്വേഷിച്ചാൽ മതി. അംഗൻവാടി പോഷകാഹാര വിതരണവും ബഡ് സ്കൂളിൻ്റെ പ്രവർത്തനവും ആശുപത്രികളുടെ പ്രവർത്തനം, പ്രൈമറി ഹെൽത്ത് സെൻ്ററുകളുടെ പ്രവർത്തനമൊക്കെ അവതാളത്തിലായത് 6 മാസം ഇതിനു മുമ്പ് ഇങ്ങനൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. കേരളത്തിലെ തദ്ദേശ സ്ഥാപനങ്ങൾ ഇനി പൂട്ടി താക്കോലുമായിട്ട് പോകുന്നതല്ലേ ഇപ്പം നല്ലത്? ഒന്നും ചെയ്യാനില്ലല്ലോ. സർക്കാർ അവകാശപ്പെടുന്നത് ഈ കഴിഞ്ഞ 6 മാസത്തെ കണക്കെടുത്താൽ ഇതേ കാലയളവിനേക്കാൾ കൂടുതൽ സാമ്പത്തിക വരവ്, സാമ്പത്തിക നില ഭദ്രമായി എന്നൊക്കെയാണ്. കൂടുതൽ വരവുണ്ടായി, നികുതിയുണ്ടായി, കൂടുതൽ മിച്ചമുണ്ടായി എന്നൊക്കെയാണ് സർക്കാർ അവകാശപ്പെടുന്നത്. അല്ല, അത് LDF സർക്കാരിൻ്റെ മികവാണ്. കാരണം ഇന്നിപ്പോൾ കണക്ക് കണ്ടു, ആദ്യ പാദത്തിൽ 33,000 കോടി ട്രഷറിയിലെത്തി എന്ന് കണക്കുണ്ട്. 33,000 കോടി ആദ്യ പാദം എന്ന് പറഞ്ഞാൽ ഏതാ? ഏപ്രിൽ, മെയ്, ജൂൺ. അതെന്തായാലും UDF വന്നിട്ട് ഉള്ളതല്ലല്ലോ. കാരണം സത്യപ്രതിജ്ഞ തന്നെ നടക്കുന്നത് മെയ് 18-നാണ്. അത് കഴിഞ്ഞിട്ടുള്ള 1 മാസം കൊണ്ടല്ലല്ലോ ഇതുണ്ടാവുന്നത്. അപ്പോൾ അത് UDFൻ്റെ ധവളപത്രത്തിൽ അവകാശവാദത്തെ തന്നെ പൊളിക്കുന്നതും പരാജയപ്പെടുത്തുന്നതുമാണ്. മാത്രമല്ല 6,000 കോടി മിച്ചമുണ്ടായിരുന്നു എന്നുള്ളത് വ്യക്തമായല്ലോ. LDF അധികാരം ഒഴിയുമ്പോൾ 6,000 കോടി മിച്ചമുണ്ടായിരുന്നു, എന്നിട്ട് ഇവർ കൊടുക്കുന്നില്ലല്ലോ. അതാ ഞാൻ പറഞ്ഞത് ബോധപൂർവമാണ് എന്നത്. സാമ്പത്തിക പ്രതിസന്ധിയോ സാമ്പത്തിക നില മോശമായതുകൊണ്ടൊന്നുമല്ല, ബോധപൂർവമാണ്. അല്ല, തടഞ്ഞു വെക്കുക എന്ന് പറഞ്ഞാൽ 6 മാസത്തെ കഴിഞ്ഞിട്ട് കൊടുത്താൽ പിന്നെ അവർക്കത് മുഴുവൻ വിനിയോഗിക്കാൻ പറ്റുമോ? വിനിയോഗിക്കാൻ പറ്റിയില്ലെങ്കിലോ സർക്കാരിന് തിരിച്ചെടുക്കാമല്ലോ. അതാണ് ലക്ഷ്യം. എങ്ങനെ പോയാലും പദ്ധതി നിർവഹണം പൂർത്തിയാക്കാൻ പറ്റില്ല. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ഈ ചോറ് വിതരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആരോഗ്യമന്ത്രി ഒരു പ്രസ്താവന നടത്തി. ആശുപത്രികൾക്കുള്ളിൽ അത്തരം ഒരു പരിപാടി നടത്താൻ സമ്മതിക്കില്ല എന്നാണ് പറയുന്നത്. അതിനെതിരെ വലിയ പ്രതിഷേധമാണ് സമൂഹത്തിൽ നിന്ന് ഉയർന്നത്. നോക്കി, മനുഷ്യൻ്റെ വിശപ്പിനുള്ളതാണല്ലോ ചോറ്. അപ്പം അന്നത്തിൽ പോലും രാഷ്ട്രീയം കാണുന്ന ഒരു നീചമായ മനോഭാവമാണത്. എല്ലാം രാഷ്ട്രീയത്തിൻ്റെ കണ്ണടയിൽ, കക്ഷി രാഷ്ട്രീയത്തിൻ്റെ കണ്ണടയിലൂടെ, രാഷ്ട്രീയത്തിൻ്റെ എന്നല്ല കക്ഷി രാഷ്ട്രീയത്തിൻ്റെ കണ്ണടയിലൂടെ കാണുന്ന എത്ര ഇടുങ്ങിയമായിട്ടുള്ള മനോഭാവമാണിത്. അന്നത്തിൽ രാഷ്ട്രീയം കലർത്തുകയാണ്. BJP ഗവൺമെൻറ് അടുക്കളയിൽ ബീഫ് പാകം ചെയ്യുന്നുണ്ടോയെന്ന് എത്തി നോക്കുന്നത് പോലെ അതിൻ്റെ മറ്റൊരു മനോഭാവമാണിത്. ആളുകൾ വാങ്ങിക്കഴിക്കുന്നത് ആര് തരുന്നതെന്ന് നോക്കിയിട്ടല്ല. എന്തിനാണ് അത് മുടക്കാൻ നടക്കുന്നത്? DYFI കൊടുക്കുന്നു എന്നുള്ളതാണ്. DYFI കഴിഞ്ഞ 10 കൊല്ലമായിട്ട് കൊടുക്കില്ല. ആരെങ്കിലും ആക്ഷേപം പറഞ്ഞിട്ടുണ്ടോ ഇവിടെ? ഇതുവരെ ആരെങ്കിലും എതിർപ്പുണ്ടായിട്ടുണ്ടോ? DYFI ഇത് മാത്രമല്ലല്ലോ ചെയ്തിട്ടുള്ളത്. എന്തെല്ലാം ചെയ്തിട്ടുണ്ട് നാട്ടിൽ? അത് രാഷ്ട്രീയം നോക്കിയിട്ടാണോ ചെയ്തിട്ടുള്ളത്? ശ്രീ K മുരളീധരനെ ഒരു കാര്യം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. DYFI അദ്ദേഹത്തിൻ്റെ പിതാവ് ശ്രീ K കരുണാകരൻ എത്ര ബഹുമാനപൂർവമാണ് കണ്ടത് എന്നൊന്ന് ഓർമ്മിപ്പിക്കുകയാണ്. കരുണാകരനോട് ഞങ്ങൾക്ക് ഒരുപാട് വിയോജിപ്പൊക്കെ ഉണ്ട്. കരുണാകരൻ്റെ പോലീസ് വലിയ തോതിൽ DYFI ആക്രമിച്ചിട്ടുണ്ട്. പക്ഷെ DYFI എന്താണെന്ന് ശ്രീ K കരുണാകരന് നന്നായിട്ട് അറിയാമായിരുന്നു. അത് സമരത്തിലാണെങ്കിലും സാന്ത്വന പ്രവർത്തനങ്ങളിലാണെങ്കിലും ജീവകാരുണ്യത്തിലാണെങ്കിലും ഒക്കെ. ദുരിതാശ്വാസ ഫണ്ട് ശ്രീ K കരുണാകരൻ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ കൈമാറാൻ വേണ്ടി അന്ന് DYFIയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന സഖാവ് S ശർമ്മയുടെ നേതൃത്വത്തിൽ സംസ്ഥാന നേതാക്കൾ സെക്രട്ടേറിയറ്റിൽ ചെന്നു. ഓർക്കണം, K കരുണാകരനെ ശക്തമായിട്ട് എതിർക്കുന്ന യുവജന സംഘടന, വലിയ സമരങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന കാലമാണ്. ലാത്തിച്ചാർജ് വെടിവെപ്പൊക്കെ ഉണ്ടായ കാലമാണ്. അന്ന് ഫണ്ട് പിരിച്ചിട്ട് കോൺഗ്രസ് ഗവൺമെൻറ്റാണ്, കരുണാകരനാണ് കൊടുക്കില്ല എന്നല്ല തീരുമാനിച്ചത്. ആ ഫണ്ടുമായിട്ട് ചെക്ക് കൈമാറാൻ സെക്രട്ടേറിയറ്റിൽ പോയി. കാണാൻ അനുമതി കൊടുത്തില്ല. ഇവർ തിരിച്ചു വന്നു. ഇതറിഞ്ഞ കരുണാകരൻ
DYFI സംസ്ഥാന കമ്മിറ്റി ഓഫീസിലേക്ക് ഫോൺ ചെയ്ത് ഒരു കാറ് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം പറഞ്ഞയച്ച് ആ കാറിൽ DYFI നേതാക്കളെ വിളിച്ചു വരുത്തി ചെക്ക് സ്വീകരിച്ചതിൻ്റെ പടമെങ്കിലും ശ്രീ മുരളീധരൻ ഒന്ന് കാണണം. അച്ഛൻ്റെ പേര് മോശമാക്കരുത് എന്നെനിക്ക് അദ്ദേഹത്തോട് പറയാനുള്ളൂ. ശ്രീ കെ കരുണാകരൻ പോലും DYFI ഏറ്റവും വലിയ സംഘർഷം കരുണാകരൻ്റെ സർക്കാരുമായിട്ടുണ്ടായിട്ടുണ്ട്. ആ കാലത്ത് DYFI അങ്ങോട്ടും ശ്രീ കരുണാകരൻ ഇങ്ങോട്ടും സ്വീകരിച്ചൊരു സമീപനമുണ്ട്. അതാണ് രാഷ്ട്രീയത്തിലെ പുലർത്തേണ്ട അന്തസ്സ്. നാടിൻ്റെ കാര്യങ്ങളെ സംബന്ധിച്ച് ഇത്തിരി ഇടുങ്ങിയ മനോഭാവം കാണിക്കാൻ പാടില്ല. അതാണ് എനിക്ക് ശ്രീ കെ മുരളീധരനോട് പൊതിച്ചോറിൻ്റെ കാര്യത്തിൽ പറയാനുള്ളത്. തദ്ദേശ സ്ഥാപനങ്ങൾ പക്ഷേ ഈ വിഷയത്തിൽ വലിയ രീതിയിൽ പ്രക്ഷോഭത്തിലൊന്നും പോകാത്ത പോലെ തോന്നുന്നു. അതാ ഞാൻ ചോദിച്ചത്. പ്രതിസന്ധി ഉണ്ടെന്ന് പറയുമെങ്കിലും അതിൻ്റെ കാരണം എന്താ? ഭൂരിപക്ഷം തദ്ദേശ സ്ഥാപനങ്ങളും UDFന്റെ നേതൃത്വത്തിലാണ്. അവർ പ്രതിഷേധം അടക്കിപ്പിടിച്ചിരിക്കുകയാണ്. അവർക്ക് പറയാൻ പറ്റാത്തതുകൊണ്ട് അവർക്ക് വേണ്ടി ഞാൻ പറയണമെന്ന് പറഞ്ഞതുകൊണ്ടാണ്. അവർ പ്രതിഷേധം അടക്കിപ്പിടിച്ചിരിക്കുകയാണ്. നിങ്ങൾ പോയി ചോദിച്ചു നോക്കൂ, എല്ലാവരും പറയുന്ന കാര്യമല്ലേ ഇത്? അവരെല്ലാം നമ്മളോട് പറയുന്നുണ്ട്. തദ്ദേശ UDFന്റെ ജനപ്രതിനിധികൾ, പ്രാദേശിക ജനപ്രതിനിധികൾ, പ്രധാനപ്പെട്ട ആൾക്കാർ പോലും, എനിക്ക് പലരും വ്യക്തിപരമായിട്ട് അറിയാമല്ലോ, ഞാൻ നിർദ്ദേശ മന്ത്രി ആയിരുന്ന ആളാണല്ലോ, അവർ പലരും പറയുന്നത് ഞങ്ങൾക്ക് മിണ്ടാൻ പറ്റില്ല, നിങ്ങളെന്താ ഒന്ന് പറയാത്തതെന്നാണ്. നിങ്ങളൊന്ന് ആഞ്ഞടിക്കൂ എന്ന് ഉപദേശിച്ച കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും തദ്ദേശ സ്ഥാപനങ്ങളുടെ അധ്യക്ഷർ വരെ ഉണ്ട്. ഞങ്ങൾക്കോ മിണ്ടാൻ പറ്റില്ല, നിങ്ങളൊന്ന് ആഞ്ഞടിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട്. അതാ ഞാൻ തുടക്കത്തിലേ പറഞ്ഞത്, ഇത് അവർക്ക് വേണ്ടി കൂടിയാണ്. മിണ്ടാൻ പറ്റാത്ത ആ സാധുക്കളായ UDFന്റെ തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്രതിനിധികൾക്ക് വേണ്ടി കൂടിയാണ് ഞാൻ സംസാരിക്കുന്നത്. സർക്കാരിനും അധികാരത്തിലെത്തിയിട്ടും ഭരിക്കാനുള്ളൊരു തയ്യാറെടുപ്പ് നടക്കുന്നില്ല. നിയമനങ്ങൾ, വിവാദവും അത്തരം ഒരു പ്രവർത്തനം മാത്രമാണ് ഇപ്പോൾ. അല്ല, മുൻഗണനാ വിഷയങ്ങളൊക്കെ അവർ തീരുമാനമെടുത്തുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, അതൊക്കെ വേണ്ട ആരോടൊക്കെയാണോ അവർക്ക് ഒബ്ലിഗേഷൻ ഉള്ളത് അതെല്ലാം നിറവേറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് നമ്മൾ മദ്യത്തിൻ്റെ നികുതി ഇളവിലൊക്കെ കണ്ടു. അതെല്ലാം അവർ നിറവേറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. കേരളത്തിലെ വികസനത്തിൻ്റെ ഒരു വലിയ പങ്ക് നിർവഹിക്കുന്നത് തദ്ദേശ സ്ഥാപനങ്ങളാണ്. അത് നിശ്ചലമായി പോയാൽ എന്താ സ്ഥിതി? ഇപ്പോൾ റോഡ് മഴക്കാലമാണ്, റോഡ് മെയിൻ്റനൻസ് നടത്തണമെങ്കിൽ മെയിൻ്റനൻസ് ഗ്രാൻഡ് കിട്ടണം, വേണ്ടേ? മെയിൻ്റനൻസ് ഗ്രാൻഡ് വർദ്ധിപ്പിച്ചത് LDF ഗവൺമെൻറ്റാണ് കേട്ടോ. 6.5% 5% ഉണ്ടായിരുന്നത് 5.5% ഉണ്ടായിരുന്നത് 6% കൂട്ടി. അതുപോലെ നേരത്തെ പറഞ്ഞു, വികസന ഫണ്ട് ക്രമാനുഗതമായി വർദ്ധിപ്പിച്ചത് LDF ഗവൺമെൻറ്റാണ്. മെയിൻ്റനൻസ് ഗ്രാൻഡ് കിട്ടിയാലേ റോഡിൻ്റെ കുടിയടയ്ക്കാനും റോഡിൻ്റെ റിപ്പയർ നടത്താൻ പറ്റൂ. മഴക്കാലമാണ്, പറ്റുന്നില്ല. ഇത് കൊടുക്കാത്തതുകൊണ്ടാണ്. അപ്പോൾ എല്ലാ നിലയിലും ഇത് ബാധിക്കുകയാണ്. കൂടുതൽ ചോദ്യമില്ലെങ്കിൽ നമുക്ക് നിർത്താം. ഈ ദേശാഭിമാനി വിഷയത്തിലെ കള്ളൻ വിജയൻ എന്ന് പറഞ്ഞൊരു ലേഖനം ചില ആശയക്കുഴപ്പങ്ങളുണ്ടായല്ലോ. പിന്നെ ആ ലേഖനം പ്രസിദ്ധീകരിക്കാതെ സപ്ലിമെന്റ് പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. അത് ഇന്നിപ്പോൾ ഒരു മാധ്യമപ്രവർത്തകൻ അത് പൂർണ്ണമായിട്ട് ഫേസ്ബുക്കിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ആ പേര് അങ്ങനെ ചില പേരൊക്കെ വരുന്നതുകൊണ്ട് ഒരു സപ്ലിമെന്റ് ഒരു ദിവസം മാറ്റിവെക്കുന്ന കാര്യത്തിലേക്ക് ദേശാഭിമാനി പോകേണ്ടതുണ്ടോ? എന്താണ് അങ്ങനെ ഒരു കാര്യം? ദേശാഭിമാനി വിഷയത്തിലുള്ള മറുപടി റെസിഡന്റ് എഡിറ്റർ M. സ്വരാജ് പറഞ്ഞു. ദേശാഭിമാനിൻ്റെ റെസിഡന്റ് എഡിറ്റർക്ക് അറിയുന്നതിനേക്കാൾ കാര്യം പുറത്തു നിൽക്കുന്ന ഞങ്ങൾക്കറിയാം എന്ന് പറയുന്നത് കണ്ട നീ അവിടെ ഇരി, കേട്ട ഞാൻ പറയട്ടെ എന്ന് പറയുന്നത് പോലെയാണ്. എന്തായാലും ജനങ്ങൾ ബാധിക്കുന്ന ഗൗരവമായ വിഷയങ്ങളിലൊന്നും ഒരു ചോദ്യവും താല്പര്യവും ഇല്ലെങ്കിലും ദേശാഭിമാനിൻ്റെ കാര്യത്തിൽ കാണിക്കുന്ന ഈ പ്രത്യേക പരിഗണനയ്ക്ക് നന്ദി.